ഹലോ, എല്ലാവർക്കും പുതിയ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ നമുക്കിനി പരീക്ഷയ്ക്ക് അധികം ദിവസമൊന്നുമില്ല. 10th പ്രിലിംസിൻ്റെ പരീക്ഷ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനൊന്നും പറ്റുകയില്ല. കുറച്ച് ദിവസം കൊണ്ട് നമുക്ക് സിലബസ് കവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് ബുദ്ധിമുട്ടുള്ളതാണ്. നേരത്തെ പഠിച്ചവർക്ക് മാത്രമാണ് അത് മുഴുവനായിട്ട് കവർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇത്രയും ദിവസം കുറച്ച് ദിവസമേ നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളൂ. 18-17 ദിവസമേ നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളൂ. അപ്പോൾ ആ ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ മുൻവർഷ ചോദ്യങ്ങൾ ചെയ്തു നോക്കുന്നതാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളവ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി മുതൽ നമ്മൾ വീഡിയോ ആയിട്ട് നൽകാൻ പോകുന്നത് മുൻവർഷ ചോദ്യപേപ്പറിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ആവുന്ന ചോദ്യങ്ങൾ അത്രയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആ ചോദ്യങ്ങളിലൂടെ കടന്നു പോകാം. PYQ ചോദ്യങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ഏതൊക്കെ മേഖലയിലാണ് നമ്മൾ കൂടുതലും ഫാൾട്ട് വരുന്നത് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നോക്കാം. നമുക്ക് ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ചുള്ള ശരിയായത് ഏത്? താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ചുള്ള ശരിയായത് ഏത്? മൃദുഭാവേ ദൃഢകൃത്യേ എന്നതാണ് കേരള പോലീസിൻ്റെ ആപ്തവാക്യം. ആ പ്രസ്താവന ശരിയാണ്. പോലീസ് സേനയുടെ മേധാവിയാണ് DGP. ആ പ്രസ്താവനയും ശരിയാണ്. കേരള പോലീസിൻ്റെ ആസ്ഥാനം തൃശ്ശൂരാണ്. അത് തെറ്റാണ്. അപ്പോൾ ശരിയായുള്ള പ്രസ്താവന മൃദുഭാവേ ദൃഢകൃത്യ എന്നതാണ് കേരള പോലീസിൻ്റെ ആപ്തവാക്യം. പോലീസ് സേനയുടെ മേധാവിയാണ് DGP. 1ഉം 2ഉം പ്രസ്താവനയാണ് ശരി. ഓപ്ഷൻ A ആണ് ആൻസറായിട്ട് വരുന്നത്. രണ്ടാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുവാനാണ്. ബക്രാനങ്കൽ സത്ലജ് നദിയിലാണ്. അത് ശരിയാണ്. ഹിരാക്കുഡ് മഹാനദിയിലാണ്. ശരിയാണ്. തെഹിരി ഡാം കൃഷ്ണ. അത് തെറ്റാണ്. സർദാർ സരോവർ നർമ്മദ നദിയിലാണ്. ശരിയാണ്. അപ്പോൾ അതിൽ ശരിയായുള്ള ജോഡികൾ ബക്രാനങ്കൽ സത്ലജ്, ഹിരാക്കുഡ് മഹാനദി, സർദാർ സരോവർ നർമ്മദ. 1ഉം 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ C ആണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. വാഗ്ബടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? വാഗ്ബടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു. അത് ശരിയാണ്. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. ശരിയാണ്. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. ശരിയാണ്. 1947 ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തി. ആ പ്രസ്താവന തെറ്റാണ്. അപ്പോൾ വാഗ്ബടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ: കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു, 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു, 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. അപ്പോൾ 1ഉം 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓപ്ഷൻ A ആണ് ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം, വക്കം അബ്ദുൾ ഖാദറുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. വക്കം അബ്ദുൾ ഖാദറുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ജിയും ഭാഷാകവികളും എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ്. ശരിയാണ്. മാപ്പിള റിവ്യൂവിൻ്റെ പത്രാധിപരായിരുന്നു. ശരിയാണ്. നവയുഗ സംസ്കാര സമിതി രൂപീകരിച്ചു. ശരിയാണ്. സ്വദേശാഭിമാനി എന്ന നാടകം രചിച്ചിട്ടുണ്ട്. ഇതിലെ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ജിയും ഭാഷാകവികളും എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ് വക്കം അബ്ദുൾ ഖാദർ. മാപ്പിള റിവ്യൂവിൻ്റെ പത്രാധിപരാണ്. നവയുഗ സംസ്കാര സമിതി രൂപീകരിച്ചിട്ടുണ്ട്. സ്വദേശാഭിമാനി എന്ന നാടകം രചിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 4 പ്രസ്താവനകളും ശരിയായതുകൊണ്ട് ഓപ്ഷൻ D ആണ് ആൻസറായിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണെന്നാണ്. സവർണജാഥ ഇതോടനുബന്ധിച്ച് നടന്നതാണ്. ആ പ്രസ്താവന ശരിയാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ് സവർണജാഥ. EV രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. അതും ശരിയാണ്. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതുലക്ഷ്മിബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. അതും ശരിയാണ്. ക്ഷേത്രപ്രവേശനമായിരുന്നു സത്യാഗ്രഹികളുടെ ആവശ്യം. ആ പ്രസ്താവന തെറ്റാണ്. അപ്പോൾ സവർണജാഥ വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. EV രാമസ്വാമി നായ്ക്കരാണ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തത്. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതുലക്ഷ്മിബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. ഈ 3 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ A ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയുടെ രചനകളിൽ പെടാത്തത് ഏതാണ്? പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
പ്രിസെപ്റ്റസ് ഓഫ് ജീസസ് രാജാറാം മോഹൻ റോയുടെ രചനയാണ്. തുഹ്ഫത്തുൽ മുവാഹിദീൻ അതും രാജാറാം മോഹൻ റോയുടെ രചനയാണ്. ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ് അതും രാജാറാം മോഹൻ റോയുടെ രചനയാണ്. സതിഹിത ബോധിനി അത് രാജാറാം മോഹൻ റോയുടെ രചനയല്ല. അപ്പോൾ രാജാറാം മോഹൻ റോയുടെ രചനകളിൽ പെടാത്തത് സതിഹിത ബോധിനിയാണ്. പ്രിസെപ്റ്റസ് ഓഫ് ജീസസും തുഹ്ഫത്തുൽ മുവാഹിദീനും ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ് ഒക്കെ എല്ലാം രാജാറാം മോഹൻ റോയുടെ രചനകളിൽ പെടുന്നതാണ്. പെടാത്തത് സതിഹിത ബോധിനിയുള്ളൂ. അപ്പോൾ പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ 4 ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. കേരള മീഡിയ അക്കാദമി തൃശ്ശൂരാണ്, അത് തെറ്റാണ്. ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരമാണ്, ശരിയാണ്. കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂരാണ്, ശരിയാണ്. കേരള ലളിതകലാ അക്കാദമി കാക്കനാടാണ്, അത് തെറ്റാണ്. അപ്പോൾ ഇതിൽ ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരം ശരിയാണ്. കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂർ ശരിയാണ്. അപ്പോൾ 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത് എന്നാണ് ചോദ്യം. മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നെയ്ബ് താലിം, അത് ശരിയാണ്. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം, അതും ശരിയാണ്. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920-ലാണ്, അതും ശരിയാണ്. ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിങ്സ്ലി ആണ്, അതും ശരിയാണ്. അപ്പോൾ മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളവ ഇവയെല്ലാമാണ്. ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നെയ്ബ് താലിം. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920-ലാണ്. ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിങ്സ്ലി ആണ്. അപ്പോൾ ഇതിലെ എല്ലാ ഓപ്ഷനും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ്? ഇവിടെ തെറ്റായ ജോഡി ഏതാണെന്നാണ് കണ്ടെത്തേണ്ടത്. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ജനീവ എന്നാണ് കൊടുത്തിരിക്കുന്നത്, തെറ്റാണ്. മാനിലയാണ് ആൻസർ ആയിട്ട് വരിക. ഈ ജനീവ കൊടുത്തത് തന്നെ തെറ്റായിട്ടാണ്. നാറ്റോ ബ്രസൽസ്, അത് ശരിയാണ്. ഗ്രീൻ പീസ് ആംസ്റ്റർഡാം ശരിയാണ്. ഇന്റർപോൾ ലിയോണ് ശരിയാണ്. അപ്പോൾ ഇതിലെ തെറ്റായ ജോഡിയാണ് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ജനീവയാണ്. ഒന്നാണ് തെറ്റായിട്ടുള്ള ജോഡി എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്? ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ്. അബ്ദുൾ കലാം ആസാദാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. അസം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത്. അസം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് ഓപ്ഷൻ ഡി നംജ ബർവയാണ്. നംജ ബർവയ്ക്കാണ് അസം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത്. കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ് ഓപ്ഷൻ സി കരീവ. കരീവിയാണ് കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്. ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം ഏതാണെന്നാണ്. ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം ഓപ്ഷൻ സി റാറ്റ് ഹോൾ മൈനിങ് ആണ്. റാറ്റ് ഹോൾ മൈനിങ് ആണ് ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം. അടുത്ത ക്വസ്റ്റ്യൻ, ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകമാണ് ഓപ്ഷൻ ഡി ടൈറ്റാനിയം ഓക്സൈഡ്. ടൈറ്റാനിയം ഓക്സൈഡാണ് ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം. മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞ് ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ് ഇത്. ഓക്സ്ബോ തടാകങ്ങൾ. ഓപ്ഷൻ ഡി ഓക്സ്ബോ തടാകങ്ങൾ. മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞു ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ് ഓക്സ്ബോ തടാകങ്ങൾ. നറൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഓപ്ഷൻ ഡി ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലാണ് നറൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്. 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് ഓപ്ഷൻ എ കസാൻ, റഷ്യ. റഷ്യയിലെ കസാനിൽ വെച്ചിട്ടാണ് 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഗുർ ഗണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്? ഗുർ ഗണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി
പഞ്ചസാര വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്. ഗുർ ഖണ്ഡസാരി എന്നീ പദങ്ങൾ പഞ്ചസാര വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഉരുക്ക് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന മാംഗനീസിന്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഏതാണെന്നാണ് ചോദ്യം. അടുത്ത ചോദ്യം, ഉരുക്ക് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന മാംഗനീസിന്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ബി മധ്യപ്രദേശാണ്. മധ്യപ്രദേശിലാണ് നമ്മുടെ ഉരുക്ക് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന മാംഗനീസിന്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്നത്. അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? ഓപ്ഷൻ എ ആഗോള സുസ്ഥിര വികസനത്തെയാണ് അജണ്ട 21 എന്നത് കുറിക്കുന്നത്. ആഗോള സുസ്ഥിര വികസനം. അടുത്ത ക്വസ്റ്റ്യൻ, ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ബി 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരുമാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം. ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം ഓപ്ഷൻ സി 2010ലാണ്. 2010ലാണ് ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായത്. ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം. ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഓപ്ഷൻ എ കേരളമാണ്. കേരളത്തിലാണ് ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ചത്. താഴെ പറയുന്നവയിൽ 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ പറയുന്നവയിൽ 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, അത് നിസ്സഹകരണ പ്രസ്ഥാനവുമായിട്ട് ബന്ധമുള്ളതാണ്. ഫ്യൂഡൽ നികുതി നൽകുക, അത് നമ്മുടെ നിസ്സഹകരണ പ്രസ്ഥാനവുമായിട്ട് ബന്ധമില്ലാത്തതാണ്. നികുതി നൽകാതിരിക്കുക, അത് നിസ്സഹകരണ പ്രസ്ഥാനവുമായിട്ട് ബന്ധമുള്ളതാണ്. ഇതിൽ നമ്മുടെ 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായിട്ട് ബന്ധമില്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. അതിൽ ഫ്യൂഡൽ നികുതി നൽകുക എന്നതാണ് ബന്ധമില്ലാത്തത്. തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക എന്നതും നികുതി നൽകാതിരിക്കുക എന്നതൊക്കെ നിസ്സഹകരണ പ്രസ്ഥാനവുമായിട്ട് ബന്ധമുള്ളവയാണ്. അപ്പോൾ ബന്ധമില്ലാത്തത് ഫ്യൂഡൽ നികുതി നൽകുക എന്നാണ്. രണ്ടാമത്തെയാണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ്? താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ്? അത് ഓപ്ഷൻ ഡി ആണ്, നവമഞ്ജരിയാണ്. നവമഞ്ജരിയാണ് ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം എന്ന് പറയുന്നത്. അരുൾനൂല് വൈകുണ്ഠസ്വാമിയും ആദിഭാഷ വേദാധികാര നിരൂപണമൊക്കെ നമ്മുടെ ചട്ടമ്പി സ്വാമികളുടേതാണ്. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹരപ്പൻ പ്രദേശം ഏതാണെന്നാണ് ചോദ്യം. ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹരപ്പൻ പ്രദേശം ഏതാണെന്നാണ്. അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, ധോളവീരയാണ്. ധോളവീരയാണ് ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹരപ്പൻ പ്രദേശം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആനി ബസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചു. അതെന്ന് പറയണത് ആനി ബസന്റുമായിട്ട് ബന്ധമില്ലാത്തതാണ് അല്ലേ. നമ്മുടെ ജ്യോതിറാവ് ഫുലെയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഏത്? ഗുലാംഗിരി എന്ന ഗ്രന്ഥം. അപ്പോൾ അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു, അത് ശരിയാണ്. ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആനി ബസന്റാണ്. 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു, ആ പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ ഇതിൽ ആനി ബസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചു എന്നതാണ് ആനി ബസന്റുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം, പാഞ്ചാലി ശപഥം എഴുതിയത് ആരാണ്? പാഞ്ചാലി ശപഥം എഴുതിയത് ആരാണ്? ഓപ്ഷൻ എ സുബ്രഹ്മണ്യ ഭാരതിയാണ് പാഞ്ചാലി ശപഥം എഴുതിയത്. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചതാര്? സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചതാര്? ഓപ്ഷൻ ഡി ഇ വി രാമസ്വാമി നായ്ക്കർ. ഇ വി രാമസ്വാമി നായ്ക്കരാണ് സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം? സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം? ഓപ്ഷൻ ബി തെലുങ്കാനയാണ്. തെലുങ്കാനയിലാണ്
മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയത്? അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പറയണത് ഏതാണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയുള്ള വകുപ്പുകളാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ ഉൾപ്പെടുന്നത്. സമത്വത്തിനുള്ള അവകാശം ഏതാണ്? അത് നമ്മുടെ 14 മുതൽ 18 വരെയുള്ള വകുപ്പുകളാണ് സമത്വത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏതാണ്? അത് ആദ്യത്തെയാണ്. 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ ഉൾപ്പെടുന്നത്. ചൂഷണത്തിനെതിരെയുള്ള അവകാശങ്ങൾ പറയുമ്പോൾ അത് 23, 24 വരെ 23 മുതൽ 24 വരെയുള്ള വകുപ്പുകളാണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ക്രമം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് വരിക. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാര്? ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാരാണ്? ഓപ്ഷൻ ബി പിംഗലി വെങ്കയ്യാണ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്. ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം എന്നാണ് ചോദ്യം. ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക അതൊരു മൗലിക കടമയാണ്. ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക അതൊരു മൗലിക കടമയാണ്. ശാസ്ത്രവികാസം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക അതും ഒരു മൗലിക കടമയാണ്. അപ്പോൾ ഈ 3 പ്രസ്താവനകളും മൗലിക കടമയിൽ ഉൾപ്പെടുന്നവയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇവയെല്ലാമാണ്. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് വിവരാവകാശ കമ്മീഷൻ. ആ പ്രസ്താവന എന്താണ്? ആ പ്രസ്താവന ശരിയാണ്. അടുത്തത്, ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അതും ശരിയാണ്. ആ പ്രസ്താവനയും ശരിയാണ്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ വിരമിക്കൽ പ്രായം 70 വയസ്സാണ്. അത് തെറ്റാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? 65 വയസ്സാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ വിരമിക്കൽ പ്രായം. 3 അല്ലെങ്കിൽ 65 ആണ്. അപ്പോൾ ഇതിൽ 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേരെന്താണ്? ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര് ഓപ്ഷൻ ബി സുകുമാർ സെന്നാണ്. സുകുമാർ സെന്നാണ് ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഇത്. ആ റിട്ടാണ് ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഹേബിയസ് കോർപ്പസ്. അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ഓപ്ഷൻ ബി ആനന്ദമഠം എന്ന കൃതിയിൽ നിന്ന് എടുത്തതാണ്. വന്ദേ മാതരം ആനന്ദമഠം എന്ന കൃതിയിൽ നിന്ന് എടുത്തതാണ്. നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് നോക്കാൻ പോകുന്നത്. താഴെ പറയുന്നവരിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരെല്ലാം എന്നാണ് ചോദ്യം. അമ്മു സ്വാമിനാഥൻ അത് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഒരു അംഗമാണ്. രാജ്കുമാരി അമൃത് കൗറും ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഒരു വനിതാ അംഗമാണ്. ദാക്ഷായണി വേലായുധനും ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഒരു വനിതാ അംഗമാണ്. സരോജിനി നായിഡുവും ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഒരു വനിതാ അംഗമാണ്. അപ്പോൾ ഈ അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, രാജ്കുമാരി അമൃത് കൗർ, സരോജിനി നായിഡു എന്നിവരെല്ലാം ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളായിട്ടുള്ള വനിതകളാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും 40 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ചെയ്തു നോക്കിയിരിക്കുന്നത്.
നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഡൗട്ട് വരികയാണെങ്കിൽ താഴെ കമൻ്റായിട്ട് അറിയിക്കുക. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ താങ്ക് യു സോ മച്ച് മൈ ഡിയർ ഫ്രണ്ട്സ്.